ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള സംഭവ വികാസങ്ങൾ അല്ലെ ആ ഒരു വൈറ്റ് പേപ്പറിൽ എന്ത് സംഭവിച്ചേ, എങ്ങനെയാണ് അവർ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നത്, എങ്ങനെയാണ് പ്രധാനമന്ത്രി അതിനെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുക, ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ചുലച്ച കുറച്ച് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പി ആറിൻ്റെ കാര്യമാണ്. പി ആർ 5 വർഷമാണ്. യു കെയിൽ വരുമ്പോൾ 5 വർഷമായാൽ പി ആർ കിട്ടും. പിറ്റത്തെ വർഷം നമുക്ക് സിറ്റിസൺഷിപ്പ്. ഇതാണല്ലോ നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ 5 വർഷമായിട്ടുള്ള പി ആർ 10 വർഷം കഴിഞ്ഞിട്ട് 10 വർഷം ആകുമ്പോഴാണ് പി ആർ കിട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെ ബാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നേഴ്സസ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സിന് കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ എത്രത്തോളം അതിൽ പ്രത്യേകമായിട്ട് അവർ പറയുന്നതാണ് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ നോക്കിയിട്ടായിരിക്കും അതെന്ന്. പക്ഷേ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂഷൻസ് നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഫാസ്റ്റ് ട്രാക്കിൽ ഇതിലും വേഗത്തിൽ കിട്ടുമെന്ന്. പക്ഷേ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് 5 വർഷം കൊണ്ട് തരുമെന്നാണോ, 3 വർഷം കൊണ്ട് തരുമെന്നാണോ, 8 വർഷം കൊണ്ട് തരുമെന്നാണോ വ്യക്തതയില്ല. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നത് ആരൊക്കെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ്, ടാക്സ് വഴിയാണോ അല്ലെങ്കിൽ സർവീസ് വഴിയാണോ, എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ, വ്യക്തതയില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. അപ്പം എല്ലാവരും ഭയങ്കര ചർച്ചയാണ്. ഇത് ആരൊക്കെയാണ് ബാധിക്കുന്നത്, ഇപ്പോൾ വന്നിട്ടുള്ളവരെ ബാധിക്കുമോ, ഇനി വരാൻ പോകുന്നവരാണോ, അതിനും ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരവില്ല. കാരണം ആരൊക്കെയാണ് ബാധിക്കുന്നത്, ഇവിടെ വന്നിട്ട് ഇപ്പോൾ പി ആറിന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നവർക്കാണോ, അല്ലെങ്കിൽ പി ആർ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഫാമിലിക്ക് കൂടെ കിട്ടാനുള്ളവർക്കാണോ. അപ്പോൾ ഒരു ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായിട്ട് അതൊക്കെ ഇപ്പോൾ മാറുവാണ്. കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്കതിൽ ലോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെയുള്ളൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം പി ആർ റിലേറ്റഡ് ദിസാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ്. സ്റ്റുഡൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസൊക്കെ ഇവിടെ വരുന്നത് എന്തിനാണ്, സ്റ്റുഡൻസ് ഇപ്പോൾ ഇവിടെ വരിക, ഏതെങ്കിലും കോഴ്സൊക്കെ പഠിക്കുക, കുറച്ച് കാലം സ്റ്റേ ബാക്ക് കിട്ടുന്നു, പിന്നെ അവരിവിടെ എവിടെയെങ്കിലും ഒരു ജോലി, എന്തെങ്കിലും വിസയൊക്കെ കിട്ടി പതുക്കെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറുന്ന ഒരു സമ്പ്രദായം അല്ലേ. അതിന് പകരം സ്റ്റുഡൻസൊക്കെ ഒരു 18 months ആണ് മാക്സിമം ഒരു ടൈം പറയുന്നത്. അതിനുള്ളിൽ അവർക്ക് പോകണം, അല്ലെങ്കിൽ അവരെ ഇവിടെ നിർത്താനോ അങ്ങനത്തെ ഉള്ളൊരു പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പ്ലാനുകളൊക്കെ ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിഷമമുള്ള അവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരു അംബിഷൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോവുക, കയറുക, ജോലിക്ക് കയറുക, സെറ്റ് ആവുക, ലൈഫ് സെറ്റ് ആക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിള്ളേരൊക്കെ നാട്ടിൽ നിന്ന് ഓരോ പരിപാടികൾ പഠിക്കുകയാണ്. കാരണം ഇവിടെ ഗ്രാജുവലി ആയിട്ട് ഞാൻ വന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ നഴ്സസിനെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ കുറച്ച് തീരെ ഇല്ലയെന്നായി. അപ്പോഴൊക്കെയാണ് IELTS ഒഴിച്ചൊക്കെ പഠിച്ചിട്ട് ഒരുപാട് നഴ്സുമാർ, പ്രത്യേകിച്ച് UK ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നല്ലോ, അപ്പം ഈസി ആയിട്ട് കയറി പോരാമെന്ന് ഉദ്ദേശിച്ച് നിന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഒത്തിരി പേരുടെ IELTS എക്സ്പയർ ആയിരുന്നു, OET എക്സ്പയർഡ് ആവുന്നു, അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുട്ടികളൊക്കെ ബുദ്ധിമുട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും അതുപോലെ ചില ആൾക്കാരിപ്പം ഏതെങ്കിലും മറ്റേ സീനിയർ കെയർ വിസയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് നിർത്തി. അപ്പോൾ ആ വഴി വരാനിരുന്ന ആൾക്കാരുണ്ടാവുന്നു. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളൊരു തീരുമാനം ഇവിടെ എടുത്തപ്പം ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ പ്ലാനുകളെല്ലാം തകർന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം എല്ലാവർക്കും ഒരു ഞെട്ടൽ തന്നെ ആയിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ തന്നെ വന്നിട്ടുള്ള കുറേ ആളുകൾക്ക്, നേഴ്സുമാരൊക്കെ ആണെങ്കിലും, കാരണം ഓസ്ട്രേലിയ ഒക്കെ ക്യാഷ് ഇങ്ങോട്ട് തന്നിട്ട് ഓഫറൊക്കെ ഇഷ്ടം പോലെ കൊടുത്തായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി, കുറേ പേരൊക്കെ പോയി. പക്ഷേ ചില ആളുകൾക്ക് പോയിട്ട് സെറ്റായി, ചില ആളുകൾക്ക് പോയിട്ട് സെറ്റായില്ല. അവർക്ക് അത് ഡിപ്പെൻസ്, അവർ പോയി ലൊക്കേഷൻ പോലെയൊക്കെ ഇരുന്നു. പക്ഷെ കുറേ പേരൊക്കെ പോയി. പക്ഷെ ഇവിടെ നിൽക്കുന്നതായിരുന്നോ പോകുന്നതായിരുന്നോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എന്തായാലും ചില ആളുകൾക്ക് ഇവിടെയാണ് താല്പര്യം, ചില ആളുകൾക്ക് പുറത്തേക്ക് പോകുന്നതാണ് താല്പര്യം. പക്ഷെ അതൊന്നും അല്ല ഇപ്പം നമ്മുടെ കറണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ആൻഡ് എബോവ് ആണ് UK വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസിലൊക്കെ ആണെങ്കിലും അവർക്കും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇംഗ്ലീഷ് വേണം എന്ന്, അതായത് അവരുടെ ഒരു ലെവല് A2 ലെവല് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷിൽ നോളജ് വേണമെന്നും, അതുപോലെ ഇനീഷ്യൽ ടൈമിൽ അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അത് റിന്യൂ ചെയ്യുമ്പോഴും അവരുടെ ആ ലെവൽ ഓഫ്
ഇംഗ്ലീഷ് കൂടിക്കൊണ്ടിട്ടുള്ള ഒരുപടി മുൻപിലായിട്ടുള്ള രീതിയിലാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വെച്ചാൽ ഡിപ്പെൻഡൻസിന് ഇപ്പം ആ സെയിം ലെവൽ ഓഫ് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയും അതായി, അവിടെ ഒരു ഫാമിലി ജോയിനിങ്ങിനുള്ള സ്കോപ്പില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുമ്പോൾ അത് ആരോഗ്യം എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ പ്ലാൻസ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്ലാനുകൾ ഏതെല്ലാം നിയമങ്ങൾ ആപ്ലിക്കബിൾ ആകും, ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ നിയമങ്ങളായി പുറത്തു വരുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്നതിന് കാണണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഈ ക്വിക്ക് അപ്ഡേറ്റ്സ് ഒന്ന് പെട്ടെന്ന് പറയാനാണ് വന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കെ, ബൈ.